പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. തട്ടിപ്പ് നടത്തുന്നവർക്ക് 10 വർഷം വരെ തടവും 50 ലക്ഷം രൂപ വരെ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല്. അതേസമയം പ്രതിപക്ഷ നിലപാട് നാളെ തീരുമാനിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം CJP സമരം അവസാനിച്ചതോടെ ഡൽഹി സാധാരണ നിലയിലേക്കെത്തി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ആളിക്കത്തിയതോടെയാണ് അർദ്ധരാത്രിയിലെ അസാധാരണ വീഡിയോയിലൂടെ ബില്ല് കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ കടുത്ത ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് നാളെ തന്നെ പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബില്ല് അവതരിപ്പിക്കും. തട്ടിപ്പ് നടത്തുന്നവർക്കുള്ള കുറഞ്ഞ ശിക്ഷ 3 വർഷം തടവിൽ നിന്ന് 5 വർഷമായി ഉയർത്തുന്നത് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരമാവധി ശിക്ഷ 5 നിന്ന് 10 വർഷം തടവായും പിഴ 10 ലക്ഷം രൂപയിൽ നിന്ന് 50 ലക്ഷം രൂപയായും ഉയർത്തും. പരീക്ഷാ തട്ടിപ്പിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾക്കുള്ള ശിക്ഷയും ഉയർത്തും. കുറ്റക്കാർക്ക് 5 വർഷം തടവും 5 കോടി രൂപ പിഴയുമാണ് ശിക്ഷ. സ്ഥാപനത്തിന് 8 വർഷം വിലക്കും ഏർപ്പെടുത്തും. കേസുകളിൽ 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം, 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും ബില്ലിൽ പറയുന്നു. അതേസമയം പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാട് തീരുമാനിക്കാൻ നാളെ രാവിലെ പ്രതിപക്ഷം യോഗം ചേരും. ഈ സർക്കാരിന് ഒരു സംശയവും വേണ്ട, ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഒന്ന്, ആഭ്യന്തരമന്ത്രി മറുപടി പറയേണ്ട ചോദ്യങ്ങളുണ്ട്. ഈ വിദ്യാർത്ഥി സമരം സമാനതകളില്ലാത്ത രീതിയിലാണ് പോലീസ് നേരിട്ടത്. ഡൽഹി പോലീസ്, പട്ടാളം, അതുപോലെ CRPF ഒക്കെ ഒന്ന് നേരിട്ടത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പെല്ലറ്റ് ഉപയോഗിച്ചത്? ഏത് രീതിയിലുള്ള ആയുധങ്ങളായിരുന്നു ഉപയോഗിക്കാൻ പറഞ്ഞിരുന്നത്? ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ്? അമിത്ഷായുടെ നിർദ്ദേശം അനുസരിച്ചാണോ? ഈ ഉത്തരം അദ്ദേഹം നാളെ പാർലമെന്റിൽ പറയാൻ ബാധ്യസ്ഥരാണ്. അതിനൊക്കെ ഉത്തരം കിട്ടിയിട്ട് മാത്രമേ ഈ ചർച്ച സുഗമമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അയോധ്യ സംഭാവന കൊള്ളയിലും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കും. അതേസമയം സമരം അവസാനിപ്പിച്ചതോടെ CJP സമരക്കാർ പൂർണ്ണമായും ജന്തർ മന്ദർ വിട്ടു. സമരപ്പന്തൽ പൊളിച്ചു നീക്കി. ഡൽഹിയും സാധാരണ നിലയിലേക്ക് മടങ്ങി. സമരത്തെ തുടർന്ന് അടച്ച മെട്രോ സ്റ്റേഷനുകൾ തുറന്നു. മെട്രോ ഗതാഗതം സാധാരണ നിലയിലാണെന്ന് DMRC അറിയിച്ചു. പാർലമെന്റ് മാർച്ചിലെ സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കരുത്, വിദ്യാർത്ഥികളെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി ധനസഹായം എന്നീ CJPയുടെ ആവശ്യങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച ഉറപ്പ് ചൊവ്വാഴ്ച കേന്ദ്ര സർക്കാർ എഴുതി നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കില്ലെന്ന സൂചനയും കോക്രോച്ച് ജനതാ പാർട്ടി നൽകുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.